ഇതൊരു ക്രോട്ടലേറിയ പ്ലാന്റ് ആണ്. ഇതിനകത്ത് നിറയെ ബട്ടർഫ്ലൈസ് വരും. അപ്പോൾ ആ പൂളിൻ്റെ സൈഡിൽ ഈ ബട്ടർഫ്ലൈസും കൂടി വരുമ്പോൾ ഭയങ്കര സീനിക്കാണ്, ഭയങ്കര രസമാണ് ഇത് കാണാൻ. പിന്നെ പൂളിൽ ആ ട്രീസിൻ്റെയൊക്കെ റിഫ്ലക്ഷനും കൂടെ ഒക്കെ വരുമ്പോൾ ഒരു നല്ല സൈറ്റാണ്. നമുക്ക് ഫോട്ടോസ് എടുക്കാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും കുറച്ച് നേരം ഈവനിങ് ഒക്കെ വന്നിരിക്കാനും. പൂൾ ക്ലീനായിരുന്നു, വളരെ ക്ലീനായിരുന്നു കേട്ടോ പൂൾ. ആ ഒരു നമുക്ക് ആ ഒരു ഡസ്കി ടൈമിൽ വന്ന് ഇരിക്കാനും കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു. നമ്മളൊരു ബ്രിഡ്ജ് കയറിയിട്ടാണ് റിസോർട്ടിലേക്ക് പോവുക. ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ നമ്മളെയൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു ഗ്രീൻ ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിയാണ് എല്ലാവരെയും വെൽക്കം ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ക്വാർട്ടേഴ്സാണ്, ചെറിയ ചെറിയ ക്വാർട്ടേഴ്സ്. ഈവനിങ് ടൈമിലും അതേപോലെ തന്നെ ഏർലി മോർണിംഗിലും നിറയെ ബേർഡ്സ് വരും, നിറയെ ബേർഡ്സാണ് അവിടെ. പിന്നെ ചെറിയ ചെറിയ നല്ല തേനുള്ള കുറേ പൂക്കളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടുത്ത് നിറയെ ബേർഡ്സ് വരും. പിന്നെ അത് കൂടാണ്ട് തന്നെ നമ്മൾ മെൻഷൻ ചെയ്ത പോലെ പാതിരാമണൽ ഇതിൻ്റെ ഒരു പോർഷനിലാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടുത്തെ ബേർഡ് ഡൈവേഴ്സിറ്റീനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അവിടെ നിന്നും കുറേ ബേർഡ്സ് എല്ലാം വരും. ഈ റിസോർട്ടിൻ്റെ പേര് തന്നെ ദേശാടൻ എന്ന് ഇട്ടത് തന്നെ ചിലപ്പോൾ ഈ ദേശാടന പക്ഷികളൊക്കെ ഇടയ്ക്ക് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കണം അല്ലേ, എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നി. പിന്നെ നമ്മൾ നടന്നു വരുമ്പോൾ നേരെ ഈ വില്ലാസ് എല്ലാം ഓപ്പൺ ചെയ്യുന്നത്, റൂംസ് എല്ലാം ഓപ്പൺ ചെയ്യുന്നത് ഈ ബാക്ക് വാട്ടറിലേക്കാണ്. അവിടെ നല്ല രസമാണ്. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അമ്മ ഒരു 50-60 ഇയേഴ്സ് അത്ര അതിൽ കൂടുതൽ കാണും കേട്ടോ. അപ്പോൾ ഈ ആൻറ്റി രണ്ട് പേര് രണ്ട് വള്ളത്തിൽ രാവിലെ 6:30 വന്ന് ഓൾമോസ്റ്റ് 11:30 വരെ അവിടുന്ന് കക്ക വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഇവർ വന്ന് അത്രയും ടൈം അവർ ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും സമയം ആ വെള്ളത്തിൽ കിടക്കണ്ടേ. എനിക്കതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ടയേർഡായിരുന്നു, കാരണം നമുക്കങ്ങനെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ലൈഫിൽ മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ബേബി മോം. ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോൾ നമ്മുടെ വോമിറ്റിംഗ് ഒന്ന് കുറഞ്ഞ് നമ്മളൊന്ന് ഓക്കെ ആയിട്ട് വരും. ട്രാവൽ ചെയ്യാനൊക്കെ ഒന്ന് ബെറ്റർ ആയിട്ട് വരുന്നത്. കുറച്ചും കൂടെ ലേറ്റായി കഴിഞ്ഞാൽ ബാക്ക് പെയിൻ നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ പോകണം. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ഹസ്ബൻഡുമായിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പോകുന്നത്, ഒത്തിരി ദൂരേക്കൊന്നും ഇല്ലെങ്കിലും ഒരു ചെറിയ ട്രിപ്പ് എവിടെയെങ്കിലും. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ആ ഐലൻഡ് കേട്ടോ പാതിരാമണൽ. അവിടെ നിറയെ ബേർഡ്സ് ഉണ്ട്. അവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ എൻ്റെ മുകളിൽ ബേർഡ്സൊക്കെ പറക്കുന്ന കാണാൻ പറ്റും.